പെൻഷൻ വാങ്ങുന്നവർക്ക് വേണ്ടിയിട്ടുള്ളൊരു സന്തോഷ വാർത്തയാണ്. അതായത് തിങ്കളാഴ്ച മുതലായിരിക്കും നിങ്ങൾക്ക് പെൻഷൻ തുക കിട്ടുക. 62 ലക്ഷം ആൾക്കാർക്കാണ് ഈ ഒരു പെൻഷൻ എമൗണ്ട് കൊടുക്കുന്നത്. അതിൽ 26 ലക്ഷം ആൾക്കാർക്കും തിങ്കളാഴ്ച തന്നെയായിരിക്കും അവരുടെ അക്കൗണ്ടിൽ ഈ ഒരു എമൗണ്ട് എത്തുക. 1600 രൂപയാണ് ഈ ഒരു മാസം നിങ്ങൾക്ക് പെൻഷൻ തുകയായിട്ട് കിട്ടുന്നത് എന്ന രീതിയിലാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് ഒരു മാസത്തെ ആ ഒരു പെൻഡിങ് എമൗണ്ട് മാത്രമാണുള്ളത്. അത് നിങ്ങൾക്ക് അടുത്ത മാസത്തോട് കൂടിയിട്ട് ആ ഒരു പെൻഡിങ് എമൗണ്ട് കിട്ടുന്ന രീതിയിലുള്ള റിപ്പോർട്ട് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഈ ഒരു എമൗണ്ട്, അതായത് കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതം കിട്ടുന്നവരാണെന്നുണ്ടെങ്കിൽ 8 ലക്ഷം ആൾക്കാർക്കാണ് കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതം കിട്ടുന്നത്. അവർക്ക് 200 തൊട്ട് 500 വരെയുള്ള ആ ഒരു എമൗണ്ട് ആയിരിക്കും കിട്ടുന്നത്. അത് നിങ്ങൾക്ക് ഉടനെ തന്നെ നിങ്ങളുടെ അക്കൗണ്ടിൽ എത്തുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ വീടുകളിൽ പെൻഷൻ കൊണ്ടുവരുന്നതാണെന്നുണ്ടെങ്കിൽ അവർക്കൊരു 2 ദിവസം കൂടി കഴിഞ്ഞിട്ടായിരിക്കും ഈ ഒരു പെൻഷൻ എമൗണ്ട് കിട്ടുക. സഹകരണ ജീവനക്കാർ മുഖാന്തരമായിരിക്കും അവർക്ക് വീടുകളിൽ ഈ ഒരു എമൗണ്ട് കൊണ്ട് എത്തിക്കുന്നത്. ഈ ഒരു പെൻഷൻ തുകയ്ക്ക് വേണ്ടിയിട്ട് 812 കോടി രൂപയോളമാണ് ഇപ്പോൾ സർക്കാർ ചിലവാക്കിയിട്ടുള്ളത്. അതുമാത്രമല്ല, ഇനി തുടർന്നുള്ള മാസങ്ങളിൽ ഈ ഒരു പെൻഷൻ എമൗണ്ട് കൂട്ടുമെന്നൊരു രീതിയിലെ റിപ്പോർട്ടും വന്നുകൊണ്ടിരിക്കുകയാണ്. പഞ്ചായത്ത് ഇലക്ഷന് മുന്നോടിയായിട്ട് 100 രൂപ കൂട്ടുമെന്നൊരു രീതിയിലുള്ള റിപ്പോർട്ടും വരുന്നുണ്ട്. അതുപോലെ തന്നെ നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് വീണ്ടും ഒരു 100 രൂപ കൂട്ടുമെന്നൊരു രീതിയിലുള്ള റിപ്പോർട്ട് വരുന്നുണ്ട്. അതായത് നിങ്ങളുടെ എമൗണ്ട് 1600 രൂപയിൽ നിന്നും 1800 രൂപയായി മാറുമെന്നൊരു രീതിയിലുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല, ചിലപ്പോൾ നിങ്ങൾക്ക് 400 രൂപയുടെ ആ ഒരു ഇൻക്രിമെൻ്റ് ഉണ്ടായി ചിലപ്പോൾ നിങ്ങൾക്ക് 2000 രൂപയായിരിക്കും ഒരു പെൻഷൻ എമൗണ്ടായിട്ട് മാറും എന്ന രീതിയിലുള്ള റിപ്പോർട്ട് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയായാലും ഈ ഒരു ഇലക്ഷന് മുന്നോടിയായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഇൻക്രിമെൻ്റ് ഉണ്ടാകുമെന്നതിൽ യാതൊരു മാറ്റവുമില്ല. അപ്പോൾ ഇപ്പോൾ പറഞ്ഞ രീതി പ്രകാരം 1800 രൂപയാക്കിയിട്ടാണ് നിങ്ങളുടെ പെൻഷൻ എമൗണ്ട് ഇപ്പോൾ മാറ്റിയിട്ടുള്ളത്. അത് തുടർന്നുള്ള ഈ ഒരു 2 മാസത്തിനുള്ളിലായിരിക്കും നിങ്ങൾക്ക് ആ ഒരു ഇൻക്രിമെൻ്റ് കിട്ടാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതുമാത്രമല്ല, നിങ്ങൾക്കിപ്പോൾ ഒരു മാസത്തെ പെൻഡിങ് എമൗണ്ട് ഉണ്ടല്ലോ, 5 മാസത്തെ പെൻഡിങ് എമൗണ്ടിൽ 4 മാസത്തെ പെൻഡിങ്ങും സർക്കാർ ഓൾറെഡി തന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു മാസത്തെ പെൻഡിങ് എമൗണ്ട് മാത്രമാണുള്ളത്. അത് അടുത്ത മാസത്തോട് കൂടിയിട്ട് ആ ഒരു പെൻഡിങ് എമൗണ്ട് നിങ്ങളുടെ കൈകളിലോട്ട് എത്തുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ആ ഒരു ഇൻക്രിമെൻറ്റും ഈ ഒരു 2 മാസത്തിനുള്ളിൽ തന്നെ ആയിരിക്കും അത് നിങ്ങളുടെ കൈകളിലോട്ട് എത്താൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ എന്തായാലും നല്ലൊരു രീതിയിലെ ന്യൂസാണ്, പ്രത്യേകിച്ച് പെൻഷൻ കൈപ്പറ്റുന്നവർക്ക്. പിന്നെ കുറച്ച് പേർക്ക് ചിലപ്പോൾ ഈ ഒരു പെൻഷൻ മുടങ്ങാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അതായത് മസ്റ്ററിങ് ചെയ്യാത്തവർക്കും അതുപോലെ തന്നെ വരുമാന രേഖ കാണിക്കണമെന്ന് പറഞ്ഞിട്ട് അത് ഇതുവരെയും കാണിക്കാത്ത ഒരുപാട് പേരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ചിലപ്പോൾ ഈ ഒരു മാസം പെൻഷൻ മുടങ്ങാനുള്ള ചാൻസ് കൂടുതലാണ്. മസ്റ്ററിങ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അക്ഷയ മുഖാന്തരം അത് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്കിപ്പോൾ വരുമാന സർട്ടിഫിക്കറ്റൊക്കെ കാണിക്കണമെന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ പഞ്ചായത്ത് മുഖാന്തരം നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. അങ്ങനെയുള്ളവർ ആ ഒരു വരുമാന സർട്ടിഫിക്കറ്റ് എടുത്തിട്ട് അത് സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. അത് നിങ്ങൾക്ക് അക്ഷയ മുഖാന്തരം സബ്മിറ്റ് ചെയ്യാം. അങ്ങനെ ചെയ്താൽ മാത്രമായിരിക്കും നിങ്ങൾക്കിനി തുടർന്നുള്ള മാസങ്ങളിലും പെൻഷൻ എമൗണ്ട് കിട്ടുക. ഈ ഒരു ഇൻഫർമേഷനും കാര്യങ്ങളും അറിയാത്ത ഒരുപാട് പേരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അതുപോലെ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ലൈക്ക് ചെയ്താൽ മാത്രമായിരിക്കും ഈ ഒരു വീഡിയോ മറ്റുള്ളവരോട്ട് എത്തുള്ളൂ. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്ത് കൂട്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ഇതുപോലത്തെ അപ്ഡേറ്റ്സും കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ജസ്റ്റ് ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു അടിപൊളി അപ്ഡേറ്റ്സ് ആയിട്ട് കാണാം. താങ്ക്